CJP പ്രതിഷേധത്തിനിടെ അതായത് ഡൽഹിയിൽ പാറ്റ പ്രവർത്തകർ ഒരു 36 ദിവസമായി ഡൽഹിയിൽ ഒരു സമരം നടത്തിയിരുന്നു. അതായത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഒരു ഭീകരാക്രമണം നടത്താൻ ഗൂഢാലോചന നടന്നതായി ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വരികയാണ്. ബംഗാൾ പോലീസിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ജെയ്ഷെ-ഇ-മുഹമ്മദുമായി ബന്ധമുള്ള ഹമീം മണ്ഡലിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. കിഴക്കൻ ദർബാനിൽ നിന്നാണ് ഹമീമിനെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നത്. അതായത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ കൊല്ലാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ വധിക്കാനുള്ള ഒരു നീക്കം ഇവർമാരുടെ ഒരു പക്കൽ ഉണ്ടായിരുന്നു. കൂടാതെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരരുമായി ഹമീം നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിനിടെ യൂണിഫോം അതായത് പോലീസിന്റെ യൂണിഫോം ധരിച്ച് ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് തന്നെ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ചിൽ നിന്ന് ഹമീമിനെയും കൂട്ടാളിയെയും അതോടൊപ്പം തന്നെ ഒരു കാമുകിയായ അർപ്പിത സർക്കാരിനെയും പശ്ചിമ ബംഗാളിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകൾ അവരുടെ നഴ്സറി സ്കൂളുകളെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് മുതൽ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്ഫോടനം നടത്തണം എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ജെയ്ഷെ മുഹമ്മദ് നിൽക്കുന്നത്. പല തരത്തിലുമുള്ള പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെങ്കോട്ടയിൽ അടക്കം ഒരു ഭീകരാക്രമണം നടന്നത് കഴിഞ്ഞ വർഷമാണ്. അതായത് യഥാർത്ഥത്തിൽ ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്താനായിരുന്നില്ല പദ്ധതി. അന്ന് ഡൽഹിയിൽ ആ നവംബർ മാസത്തിലൊക്കെ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഒരു വലിയൊരു പരിപാടി അവിടെ ചെങ്കോട്ടയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തിട്ട് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ പ്ലാൻ ചെയ്തത് എന്നായിരുന്നു ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അന്ന് ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായി ജമ്മുവിലും പഞ്ചാബിലും ഒക്കെ ഇവരുടെ 2 ടീമുകളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഭയപ്പെട്ടുകൊണ്ടാണ് ആ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം കാറിൽ ഇരുന്ന ഈ തീവ്രവാദി പെട്ടെന്ന് കാറ് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് വേഗത്തിൽ കാർ ഓടിച്ച് കയറ്റിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അവരെ പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡൽഹിയെ ഒരു പുതിയ ഇസ്ലാമാബാദ് ആക്കുക, 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സൈന്യവും ഉൾപ്പെടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. കേസ് വളരെ സെൻസിറ്റീവ് ആണെന്നാണ് ഗൗരവ് ശർമ്മ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ ഹമീറിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹമീം മണ്ഡലിനെ പശ്ചിമ ബംഗാളിലെ കിഴക്കൻ ബർധമാൻ ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള മൊഡ്യൂളുമായി ഹമീം ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണത്തിനിടെ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് യൂണിഫോം ധരിച്ച് പ്രതിഷേധക്കാരിലേക്ക് നുഴഞ്ഞു കയറാനും തുടർന്ന് ആക്രമണങ്ങൾ നടത്താനുമുള്ള ഗൂഢാലോചനയാണ് സംഘം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ ഷഹ്സാദ് ഭട്ടി സംഘത്തിന്റെ കൂട്ടാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഹമദ് എന്ന പാകിസ്ഥാൻ പൗരൻ ഏകദേശം 10 മുതൽ 12 ദിവസം മുമ്പ് പോലീസ് യൂണിഫോം വാങ്ങാൻ നിർദ്ദേശം നൽകിയതായി ഹമീം മണ്ഡൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ ഈ യൂണിഫോമുകൾ എത്തിക്കാൻ പറഞ്ഞിരുന്നുവെന്നും ഹമീം പറയുന്നുണ്ട്. ചാവേർ ബോംബർമാർക്ക് ഉപയോഗിക്കുന്നതിനാണ് യൂണിഫോം വാങ്ങാൻ പദ്ധതിയിട്ടത്. എന്നാൽ പണമടയ്ക്കാനും മറ്റും ബുദ്ധിമുട്ട് വന്നതോടെ പദ്ധതി പാളി. CJP പ്രതിഷേധത്തിനിടെ പെട്രോൾ ബോംബ് എറിയാൻ കഴിവുള്ള ഡൽഹിയിലെ വ്യക്തികളെ ഹമീം അന്വേഷിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്.